വെൽക്കം ടു പാർട്ട് 3 ഓഫ് ഡെസേർട്ട് സഫാരി വ്ളോഗ്സ്. അങ്ങനെ ഡ്യൂൺ ഡാഷിങ്ങും ക്യാമൽ റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ എന്റർടൈൻമെന്റ്സ് തുടങ്ങാറായി എന്ന് അനൗൺസ്മെന്റ് വന്നു. അപ്പം നമ്മൾ കുറച്ച് അപ്പറ്റൈസേഴ്സ് ഒക്കെ എടുത്തിട്ട് സ്റ്റേജിന്റെ ചുറ്റും നമുക്ക് അസൈൻ ചെയ്ത് സീറ്റ്സിൽ പോയിരുന്നു. ആദ്യത്തെ പെർഫോമൻസ് തനൂര ഡാൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ ഡാൻസ് കാണുന്നത് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള പലതരം പ്രോപ്സും ലൈറ്റ് കത്തുന്ന ഒരു സ്കേർട്ടൊക്കെ ഇട്ട് പുള്ളി ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു 15 മിനിറ്റിന് മേലെ പുള്ളി നിർത്താതെ സ്പിൻ ചെയ്തു. എങ്ങനെ ഒരാൾക്ക് ഇത്രയൊക്കെ സ്പിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൽ നിന്ന് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ കറങ്ങി തിരിഞ്ഞു വന്ന് ഭാഗ്യത്തിന് എന്നെ വിളിച്ചു. സ്റ്റേജിൽ ചെന്ന് ഈ സ്കേർട്ട് ഇട്ടപ്പോഴാണെങ്കിൽ അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഏകദേശം 1 മിനിറ്റ് പോലും കറങ്ങിയോന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിലത്ത് കിടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സ്പിന്നിങ് നിർത്തി. ഞാൻ എങ്ങനെയാ അവിടെ നിന്ന് സീറ്റിൽ വന്നിരുന്നതെന്ന് എനിക്കും കൂടി അറിയാൻ പാടില്ല. തനുര ഡാൻസ് കഴിഞ്ഞ് ബെല്ലി ഡാൻസ് ആയിരുന്നു. TV-ലല്ലാതെ ആദ്യമായിട്ട് നേരിട്ട് ബെല്ലി ഡാൻസ് കാണുന്നത്. മ്യൂസിക്കും റിഥവും മൂവ്സും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് ഫുൾ ഓഫ് എനർജി. പുള്ളിക്കാരുടെയും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരെ ഓഡിയൻസിൽ നിന്ന് ആൾക്കാരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തനുര ഡാൻസ് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി കറങ്ങിയതിൻ്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫയർ ഷോ ആയിരുന്നു കേട്ടോ. നാട്ടിൽ വെച്ച് എപ്പോഴൊക്കെയോ പെരുന്നാളിനൊക്കെ ഫയർ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേക രസമായിരുന്നു. ഫയർ ഷോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ സ്റ്റാർ ഗേസിങ് ചെയ്തു. സ്റ്റാർ ഗേസിങ് ചെയ്ത സമയത്ത് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. മ്യൂസിക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി ഞങ്ങളെ തിരിച്ച് പിക്കപ്പ് സ്പോട്ടിലാക്കി. സംഭവം നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കുറേ ഷോസൊക്കെ കാണുകയൊക്കെ ചെയ്തെങ്കിലും ദിവസം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ഇത്ര പെട്ടെന്ന് തീരണ്ടായിരുന്നു എന്നായിരുന്നു.